നമസ്കാരം. ശ്രീമൻ മഹാവിഷ്ണു വാമനാവതാരം എടുത്ത ശേഷം ആദ്യമായി ശിവപൂജ ചെയ്ത ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും കണ്ണ് സംബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പരിഹാര സ്ഥലവുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு കണ്ണായിരമുടിയാർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ സീർഗാഴിക്കടുത്ത് കുറുമാണക്കുടി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ കണ്ണായിരമുടിയാർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി, മുരുകുവളർക്കോതെ നായകി, സുഗന്ധ കുന്തളാംബികെ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് കണ്ണാർ കോവിൽ എന്നും നാമമുണ്ട്. ഇവിടെ അടുത്താണ് വൈത്തീശ്വരൻ കോവിൽ. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ളതും ദേവാരം പാടലിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ 17ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സമ്പന്നർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെക്കുറിച്ച് പതികം പാടിയിരിക്കുന്നു. ശ്രീമൻ മഹാവിഷ്ണു വാമനാവതാരം എടുത്ത ശേഷം ഇവിടെ എത്തി ശിവഭഗവാനെ പൂജിച്ച ശേഷമാണ് മഹാബലി ചക്രവർത്തിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിക്കാൻ പോയതെന്നാണ് ഐതിഹ്യം. അതിനാൽ ഈ പ്രദേശം കുറുമാണിക്കുടി എന്നും പിന്നീടത് കുറുമാണക്കുടി എന്നുമായി മാറി. സന്താന ഭാഗ്യത്തിനും കൺദൃഷ്ടിക്കും സംബന്ധപ്പെട്ട അസുഖങ്ങൾ മാറാനും പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ബ്രഹ്മദേവൻ തന്റെ തപോബലത്താൽ അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ച് അഹല്യ എന്ന നാമം വെച്ച് ഗൗതമ മഹർഷിയുടെ തപോവനത്തിൽ വളർത്താൻ ഏൽപ്പിച്ചു. അഹല്യ ഋതുമതിയായപ്പോൾ ഗൗതമ മഹർഷി അവളെ ബ്രഹ്മദേവന്റെ അടുത്ത് തിരിച്ചേൽപ്പിച്ചു. അഹല്യയ്ക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ഒട്ടുമിക്ക ദേവന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അതിനായി ബ്രഹ്മദേവൻ ഒരു മത്സരം വെച്ചു. ഭൂമിയെ ആദ്യം ചുറ്റി വരുന്നവർ ആരോ അവർക്ക് അഹല്യയെ വിവാഹം ചെയ്തു കൊടുക്കും. മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ ഭൂമിയിൽ നിന്ന് ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗൗതമ മഹർഷിയായിരുന്നു. ദേവേന്ദ്രനും ദേവന്മാരും അത് കണ്ട് പരിഹാസത്തോടെ ചിരിച്ചു. മത്സരം ആരംഭിച്ചു. ദേവേന്ദ്രനടക്കമുള്ള ദേവന്മാർ അവരവരുടെ വാഹനങ്ങളിൽ കയറി ഭൂമിയെ വലം വയ്ക്കാൻ പോയി. ഗൗതമ മഹർഷി ജ്ഞാനദൃഷ്ടിയാൽ കാമധേനു ഒരു പശുക്കിടാവിന് ജന്മം നൽകുന്നത് കണ്ടു. ബുദ്ധിമാനായ അദ്ദേഹം കാമധേനുവിനെ പ്രദക്ഷിണം ചെയ്തു. അത് ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യം. മറ്റു ദേവന്മാരെക്കാളും വേഗത്തിൽ ദേവേന്ദ്രൻ ഭൂമിയെ ചുറ്റിയെത്തി. പക്ഷേ ഗൗതമ മഹർഷി മത്സരത്തിൽ വിജയിച്ചതറിഞ്ഞ് നിരാശനായി. മറ്റു ദേവന്മാർക്കും ഇച്ഛാഭംഗം ഏർപ്പെട്ടു. അഹല്യ ഗൗതമ മഹർഷിയുടെ ഭാര്യയായി അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോയി. കുറച്ചു കാലം കഴിഞ്ഞ് ഗൗതമ മഹർഷി ഒരു കൊടും തപസ്സിലേർപ്പെട്ടു. തപസ് വർഷങ്ങൾ നീണ്ടുനിന്നു. അത് ദേവലോകത്ത് ചർച്ചയായി. ദേവലോകം പോലും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശക്തി ഗൗതമ മഹർഷിക്ക് ലഭിക്കുമെന്ന് ദേവേന്ദ്രൻ ഭയന്നു. തപബലത്തിൽ അഗ്രഗണ്യനാണ് ഗൗതമ മഹർഷി. ഗൗതമ മഹർഷിയുടെ പുണ്യം കുറയ്ക്കണമെന്ന് മറ്റു ദേവന്മാർ തീരുമാനിച്ചു. അതിനുള്ള ഉപായം കണ്ടുപിടിച്ച് പ്രവർത്തിക്കാൻ അവർ ദേവേന്ദ്രനോട് അഭ്യർത്ഥിച്ചു. ഗൗതമ മഹർഷിയോട് അതല്ലാതെ തന്നെ അവർക്ക് വിരോധമുണ്ടായിരുന്നല്ലോ. ഗൗതമ മഹർഷിയോടാണ് എതിരിടാൻ പോകുന്നത് എന്ന് ദേവേന്ദ്രൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ദേവന്മാരുടെ അഭിപ്രായം തള്ളിക്കളഞ്ഞില്ല. ദേവേന്ദ്രൻ സമയവും സന്ദർഭവും കാത്തിരുന്നു. ഒരു നാൾ അർദ്ധരാത്രിയിൽ ഒരു പൂവൻ കോഴിയുടെ രൂപമെടുത്ത ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് ചെന്ന് ഉറക്കെ കൂവി. നേരം പുലർന്നു എന്ന് വിചാരിച്ച് മഹർഷി എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾക്കായി പുഴയ്ക്കരികിലേക്ക് പോയി. ആ സമയം ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ ആശ്രമത്തിനുള്ളിൽ ചെന്ന് അഹല്യയുമായി ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പുരാണങ്ങൾ. പതിവ്രതാരത്നമായ അഹല്യ ദേവേന്ദ്രനെ തിരിച്ചറിഞ്ഞും ദേവേന്ദ്രന്റെ ഇംഗിതത്തിന് വഴങ്ങി എന്നൊരു വാദവും നിലവിലുണ്ട്. പുഴക്കരയിലെത്തിയ ഗൗതമ മഹർഷിക്ക് പന്തികേട് മനസ്സിലായി. അദ്ദേഹം ജ്ഞാനദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കി വായുവേഗത്തിൽ പർണശാലയിലേക്കെത്തി. ഗൗതമ മഹർഷിയെ കണ്ട ദേവേന്ദ്രൻ പൂച്ചയുടെ രൂപത്തിൽ ആശ്രമത്തിന് പുറത്തു വന്നു. കുപിതനായ ഗൗതമ മഹർഷി ശരീരം മുഴുവൻ 1000 യോനികളോടെ വികൃതരൂപിയായി മാറട്ടെ എന്ന് ഇന്ദ്രനെ ശപിച്ചു. സകല ദേവന്മാർക്കും ദേവലോകത്തിന്റെ നന്മയ്ക്കുമായി ദേവേന്ദ്രൻ ആ ശാപം സ്വയം ഏറ്റുവാങ്ങി. അതേസമയം തലതാഴ്ത്തി നിന്ന അഹല്യയെ വെയിലും മഴയും ഏറ്റ് പാറയായി ഈ പർണശാലയിൽ കിടക്കട്ടെ എന്ന് ഗൗതമ മഹർഷി ശപിച്ചു. ശാപമോക്ഷത്തിന് അപേക്ഷിച്ച അഹല്യയെ ത്രേതായുഗത്തിൽ ശ്രീരാമപാദ സ്പർശത്താൽ ശാപവിമോചനം ലഭിക്കുന്നതാണ് എന്നും പ്രസ്താവിച്ചു. മഹർഷി ശപിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പുണ്യം കുറഞ്ഞു. ദേവന്മാർ ആഗ്രഹിച്ചതുപോലെ ഗൗതമ മഹർഷിയുടെ തപോബലം നഷ്ടപ്പെട്ടു. അദ്ദേഹം വീണ്ടും തപസ്സനുഷ്ഠിക്കാൻ ഹിമാലയത്തിലേക്ക് പോയി. ദേവലോകത്തിന്റെ നന്മയ്ക്കായി ദൗത്യം ഏറ്റെടുത്ത് ദേഹം മുഴുവൻ വികൃതമായ ദേവേന്ദ്രൻ സങ്കടത്തോടെ ബ്രഹ്മദേവന്റെ അടുത്തെത്തി തന്റെ പഴയ രൂപം തിരിച്ചു കിട്ടാൻ മാർഗം അന്വേഷിച്ചു. ബ്രഹ്മദേവൻ ഭൂമിയിൽ കുറുമാണിക്കുടി ശിവനെ പൂജിക്കാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ദേവേന്ദ്രൻ ഇവിടെ എത്തി ഒരു തീർത്ഥം സൃഷ്ടിച്ച് അതിൽ നീരാടി ശിവഭഗവാനെ നീണ്ടകാലം പൂജിച്ചു. മനസ്സലിഞ്ഞ ശിവഭഗവാൻ ദേവേന്ദ്രന്റെ ശരീരത്തിലെ 1000 യോനികൾ എന്നത് മാറ്റി 1000 കണ്ണുകളാക്കി. ദേവേന്ദ്രന് ഏർപ്പെട്ട ശാപം പാതി മാറി. ഭഗവാൻ കണ്ണായിരമുടിയാർ എന്നറിയപ്പെട്ടു. 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും രാജഗോപുരമില്ലാതെ പ്രവേശന കവാടത്തോടും 2 പ്രകാരങ്ങളോടും കൂടിയ കിഴക്ക് ദർശനമായ കുറുമാണക്കുടി കണ്ണായിരമുടിയാർ കോവിൽ ഇടക്കാല ചോഴന്മാരുടെ നിർമ്മിതിയാണെന്നാണ് അനുമാനം. 2024 ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്.
പ്രവേശന കവാടം കടന്നാൽ മുഖമണ്ഡപത്തിൽ ധ്വജസ്തംഭം, ബലിപീഠം. ദ്വാരപാലകരായി വിനായകരും ബാലദണ്ഡപാണിയും കാവൽ നിൽക്കുന്ന കരുവറയിൽ ശ്രീപരമേശ്വരൻ, കണ്ണായിരനാഥർ, കണ്ണായിരമുടയാർ, സഹസ്രനേത്രേശ്വരർ എന്നീ നാമങ്ങളിൽ കുറച്ചു ഉയരമുള്ള സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ശിവലിംഗത്തിൽ ഐതിഹ്യപ്രകാരം 1000 കണ്ണുകളുടെ അടയാളമുണ്ടെന്നാണ് പറയുന്നത്. അർദ്ധയാമ പൂജയിൽ ഭഗവാന് പാൽ, പഴം നിവേദിച്ച് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിയാൽ സന്താനഭാഗ്യം നിശ്ചയം എന്നാണ് വിശ്വാസം. വേറൊരു സന്നിധിയിൽ അമ്പാൾ, മുരുകുവളർക്കോതെ നായകി, സുഗന്ധ കുന്തളാംബികെ എന്നീ നാമങ്ങളിൽ 4 കരങ്ങളോടെ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. അമ്മൻ സന്നിധിക്ക് മുന്നിലുള്ള മണ്ഡപത്തിന്റെ സീലിംഗിൽ 12 രാശിചിഹ്നങ്ങൾ ഉണ്ട്. ഗ്രഹദോഷം മാറാൻ ഭക്തർ ദേവിക്ക് കുങ്കുമം സമർപ്പിച്ച് രാശിചിഹ്നങ്ങൾക്ക് കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ നർത്തന വിനായകരടക്കം 5 വിനായകർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ, വള്ളിദേവയാനി സമേത മുരുകൻ, മഹാലക്ഷ്മി, നടരാജർ ശിവഗാമി, നാൽവർ, ഗജലക്ഷ്മി, ഭൈരവർ, ശനീശ്വരൻ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം കൊന്നമരം. ക്ഷേത്രതീർത്ഥം ഇന്ദ്രതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. കാർത്തിക സോമവാരം, പ്രദോഷം, ബ്രഹ്മോത്സവം, ശിവരാത്രി, മാർഗഴി തിരുവാതിര, വിനായക ചതുർത്ഥി, ഐപ്പശി അന്നാഭിഷേകം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സീർഗാഴിയിൽ നിന്ന് 8 കിലോമീറ്റർ, മയിലാടുതുറയിൽ നിന്ന് 18 കിലോമീറ്റർ, ചിദംബരത്ത് നിന്ന് 33 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സീർഗാഴി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.